കാക്കനാട് ട്രെയിലർ ലോറിയിൽ കൊണ്ടുപോയ കൂറ്റൻ ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണു. സീപോർട്ട് എയർപോർട്ട് റോഡിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. YS അഭിനന്ദ് ഇപ്പോൾ വിവരങ്ങൾ ചേരുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന്. അഭിനന്ദ്, ഈ ട്രാൻസ്ഫോമർ ഉയർത്തി ഈ റോഡിലെ ബ്ലോക്കൊക്കെ പരിഹരിച്ചു അഭിനന്ദ്? ഉന്മേഷ്, ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 കൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. ഇൻഫോ പാർക്ക് പടിഞ്ഞാറ ഗേറ്റിന് സമീപത്തെ സീപോർട്ട് എയർപോർട്ടിന്റെ ഈ ഭാഗത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. 40 ടണ്ണിലധികം ഭാരമുള്ള ട്രാൻസ്ഫോമറാണ് ട്രെയിലർ ലോറിയിൽ ബ്രഹ്മപുരത്ത് നിന്ന് കളമശ്ശേരി KCB ഓഫീസിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നതിനിടയിൽ മറിഞ്ഞിരിക്കുന്നത്. ഈ ഇൻഫോ പാർക്കിന്റെ പടിഞ്ഞാറ ഗേറ്റിന്റെ ഭാഗത്തുള്ള റോഡിൽ നിന്നും തിരിഞ്ഞ് ആ കളമശ്ശേരിയിലേക്ക് പോകാൻ റൈറ്റ് ടേൺ എടുക്കുകയായിരുന്നു. ആ സമയത്താണ് ചെറിയൊരു ചരിവുണ്ടാകുകയും അത് ഇടത്തേക്ക് മറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമയം മുതൽ തുടങ്ങിയ ഗതാഗത കുരുക്ക് ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. എന്തായാലും തൃക്കാക്കര ഇൻഫോ പാർക്ക് പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നു. ഫയർഫോഴ്സ് സംഘം എത്തിയപ്പോൾ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ 1 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ട്രാൻസ്ഫോമർ ഉയർത്തിയതിനു ശേഷം ഇപ്പോൾ അത് കളമശ്ശേരിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള നടപടികൾ ഇപ്പോൾ KCBയും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ സംഭവമാണ്. ആ സമയത്ത് തന്നെ അവിടെ ആളില്ലാത്തത് കൊണ്ട് ഒഴിവായത് വലിയ ദുരന്തമാണെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. ഏകദേശം ഒരു 2:30 ശേഷമാണ് സംഭവിച്ചത്. ഭയങ്കര ശബ്ദം കേട്ടായിരുന്നു. പക്ഷെ ശബ്ദം കേട്ടെങ്കിലും ആരും ശ്രദ്ധിക്കപ്പെടില്ല. കാരണം ഇവിടെ മെട്രോയുടെ വർക്ക് നടക്കണതുകൊണ്ട് ഫൈലടിക്കുന്ന സൗണ്ടാന്നുള്ള ശ്രദ്ധയിലാണ് എല്ലാവരും വിട്ടത്. പക്ഷെ ആരും വരുത്തിയില്ല. പക്ഷെ ഒരു കാറുകാരൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അതിനാണ് ഉന്മേഷ് വ്യക്തമാക്കുന്നത്. വലിയ ശബ്ദത്തോടു കൂടിയാണ്, ആളുകളൊക്കെ ഭീതിയിൽ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ ട്രാൻസ്ഫോമർ ഉയർത്താനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കളമശ്ശേരി KCBയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും ആ സമയത്ത് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വണ്ടികളൊന്നും ഇതുവഴി പോകാത്തത് കൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഈ സ്ഥലം എന്ന് പറഞ്ഞത് സാധാരണ ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. അത് വൈത്തിരിയിൽ നിന്ന് വരുന്ന എറണാകുളം ബൈപ്പാസ് കടന്നു വരുന്ന വാഹനങ്ങളുണ്ട്, കളമശ്ശേരിയിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന വാഹനങ്ങളുണ്ട്, തൃപ്പൂണിത്തറയിലേക്ക് പോകുന്ന വാഹനങ്ങൾ, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ദിനം പ്രതി വന്നു പോകുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിലേക്ക് ഇന്ന് അപകടമുണ്ടായത്. എന്തായാലും ആ സമയത്ത് ആരും തന്നെ ഉണ്ടാകാതിരുന്നത് കൊണ്ട് ഒഴിവായത് വലിയ ദുരന്തമാണ്. എന്തായാലും ആ സമയത്ത് തന്നെ തൃക്കാക്കര പോലീസ് സംഘം, ഇൻഫോ പാർക്ക് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി ഇപ്പോൾ ട്രാൻസ്ഫോമർ ഉയർത്തി അതിനുശേഷം കളമശ്ശേരി KCB ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. ബ്രഹ്മപുരത്ത് നിന്നും കളമശ്ശേരി KCBയിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്ന 40 ടണ്ണിലധികം ഭാരമുള്ള ട്രാൻസ്ഫോമറാണ് ഇൻഫോ പാർക്ക്. അവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ തന്നെ ട്രാഫിക് ബ്ലോക്കുള്ള മേഖലയാണ്. ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണതോടെ അവിടെ ആ ട്രാഫിക് ബ്ലോക്ക് ഇരട്ടിയായി. ഇപ്പോൾ അത് ഏറെക്കുറെ പരിഹരിച്ചിരിക്കുന്നു. YS അഭിനന്ദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.